നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒത്തിരി അപമാനങ്ങൾ സംഭവിച്ച ആൾക്കാരില്ലേ? ചെറുതും വലുതുമായിട്ടുള്ള അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചിലർക്ക് ജീവിതകാലം മുഴുവൻ അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളവരുമുണ്ട്. അതായത് എന്നെ നിരന്തരം ഒരു ദിവസം പോലും ഇടതിടവില്ലാണ്ട് അപമാനങ്ങൾ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഉള്ളവരെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപമാനത്തെ നമ്മൾക്ക് എന്നാ പറയണ ഒരു മനഃശക്തിയായിട്ടെടുത്ത് അല്ലെങ്കിൽ അപമാനത്തിൽ നിന്ന് നമുക്കൊരു മോചനം നേടാനുള്ള മാർഗം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അല്ലേ. സാധാരണയായിട്ട് ഈ അപമാനം പറയണവരെ നമ്മളുടെ ഒരു ചെറിയൊരു കുറ്റം കണ്ടിട്ട് പറയുന്നവരാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു വലിയ കുറ്റം, വലിയൊരു അപമാനബോധം ഇരിക്കണോണ്ടാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് പറയാൻ കാരണമാകണം എന്നാന്ന് വെച്ചിട്ട് ഒന്നെങ്കിൽ നമ്മളിലുള്ള അസൂയ കൊണ്ട് അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുള്ളൂ. അതായത് നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുത്തു, നമുക്ക് നല്ല ജോലിയുണ്ട്, നമ്മുടെ വീട്ടുകാരെല്ലാം നല്ല നിലയിലെത്തി, അവർക്കതൊന്നും സാധിക്കാതെ വന്നു കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അസൂയ മൂത്ത് കുശുമ്പ് മൂത്താണ് അവർ ഈ അപമാനം നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമുക്ക് സാധിക്കുന്ന അവർക്ക് സാധിക്കണില്ല, അതേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യം. അത് നേടിയെടുക്കാനൊട്ട് ശ്രമിക്കാനുള്ള കഴിവുമില്ല. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്ത സാധനങ്ങൾ, ബുദ്ധൂസുകൾ എന്ന് വേണമെങ്കിൽ അവരെ പറയാം നമുക്ക്. അവരുടെ ബുദ്ധിക്കൊന്നും ഒരു വളർച്ചയും വരാത്തവരാണ് നമ്മളെ മറ്റുള്ളവരെ ഈ അപമാനിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ നല്ല നിലയിൽ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ എങ്ങനെയെങ്കിലും താത്തിക്കെട്ടി സമൂഹത്തിന് നമ്മളൊരു മോശക്കാരനാക്കി ചിത്രീകരിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ നിന്നു കൊടുക്കാതിരുന്നാൽ മാത്രം മതി. ഇങ്ങനെ പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിക്കുക. നമ്മളെ തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. തിരിച്ച് പ്രതികരിച്ചാൽ നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, ഇല്ലേ? നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിയുമ്പം അത് ഏറ്റു, ഞാൻ പറഞ്ഞിട്ട് അവൻ അതിന് മറുപടി പറഞ്ഞല്ലോ എന്നിങ്ങനെ ചിന്തിക്കാൻ ഇടവരും. ഇത് വേറെ രീതിയിലൊരു മനോവൈകല്യമായിട്ട് വേണേ കൂട്ടാം. ഇവർക്ക് ഇങ്ങനെ പറഞ്ഞാലും ഒരു സുഖം കിട്ടുള്ളൂ. ഇവർക്ക് ഒരു മനുഷ്യൻ നന്നാകണതും ഇവർക്ക് ഇഷ്ടമല്ലായിരിക്കും. കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു കഴിവില്ലാതിരുന്ന ആകെ മൊത്തം എഴുതി വിടാനുള്ള ഇങ്ങനെ ഈ വാ തോരാണ്ട് പ്രസംഗിക്കാനുള്ള കഴിവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മറ്റുള്ളവരെ കഴിവ് കാണുമ്പോൾ ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അസൂയ മൂത്തിട്ടാണ് ഇവർ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവരോട് പ്രതികരിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രതികരിക്കാൻ പോകുന്നവർ മഹാമണ്ടന്മാരായി തീരുകയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിയും വിവേകവും ഉള്ളവര് ഇങ്ങനെയുള്ള ഈ മനോവൈകല്യമുള്ളവരോട് അധികം ഇടപെടാണ്ട് ഇരിക്കുകയാണ് നല്ലത്. സാധാരണ ഇവർക്ക് ഭയങ്കര അറിവാളികളാണ്. ഇവര് എന്നാന്ന് പറയണ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇവര് ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇവർ പറഞ്ഞൊപ്പിച്ചു വരുന്നത്. എന്നിട്ട് മറ്റുള്ളവരോടും പറയും ഇവര് മാത്രം ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ അവര് മഹാമോശക്കാരുമായിട്ടായിരിക്കും ഇവർ മറ്റുള്ളവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത്. ശരിക്കുമുള്ള ഇവരെ ആർക്കും കാണാൻ മേലായിരിക്കും. പക്ഷെ ഇവര് പറഞ്ഞു വരുമ്പോൾ ഇവര് എല്ലാവരുടെയും പ്രിയപുത്രനായിട്ട് അല്ലെങ്കിൽ പുത്രിയായിട്ട് ഇരിക്കുന്നവരായിട്ടായിരിക്കും പറയുന്നത്. ഇതൊരു മനോവൈകല്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഈ മറ്റുള്ളവരെ എന്താ പറയുക താത്തിക്കെട്ടി സംസാരിക്കുന്ന ഇത്തരം കൂട്ടരുടെ കണ്ണിൽ പെടാതിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് കണ്ണിൽപ്പെടാതെ നമ്മൾ ഒഴിഞ്ഞു മാറി പോവുകയാണ് നമ്മൾ വേണ്ടത്. ഇതിനോടൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോകാതിരിക്കുക. നമ്മൾ നമ്മുടെ വഴിക്ക് പോയിക്കൊള്ളുക. എല്ലാത്തിനും ഒന്നും പ്രതികരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ പ്രതികരിച്ചാൽ മതി, ഇല്ലേ? നമുക്ക് ശരീരത്തിന് ഒരാളെ നമ്മൾ എതിരിടാൻ വരുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിച്ചതാണെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കിയിട്ട് അയാളെ നേരിടാമെന്ന് വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അസൂയ മൂത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന അവരുടെ അടുത്ത് നമ്മൾ എന്തൊന്നും പറഞ്ഞ് നേരിടാനാണ്? നമ്മൾ മനസ്സുകൊണ്ടേ നേരിടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് നേരിട്ടിട്ട് നമ്മുടെ മനസ്സിനെ എന്തിനല്ലേ നമ്മൾ ദുഷിപ്പിക്കുന്നത്? നമ്മുടെ മനസ്സിനെ നമുക്ക് സ്ട്രോങ് ആക്കി വെക്കാൻ സാധിക്കണം. അതാ വേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെയുള്ളവരോടൊട്ട് ഇടപഴകി നമ്മുടെ ഉള്ള മനസമാധാനവും കളഞ്ഞ് നമ്മുടെ കുടുംബത്തിലും സമാധാനം കളഞ്ഞ് അവരോട് നേരിട്ട് അത് നമ്മൾ വിഷമമായിട്ട് കൊണ്ടുനടന്ന് ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മൾ കൊണ്ടുനടന്നിട്ട് എന്താ കാര്യം? പറയണവർ പറഞ്ഞിട്ട് പോട്ടെ എന്ന് വെക്കുക. അവർ കുറേ നാൾ പറയും, അവസാനം അവർ തന്നെ വിചാരിക്കും ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന്. ഒരു എന്നാ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് ഞാനീ പറഞ്ഞത്. നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാവരെയും നന്നാക്കിയിട്ടൊന്നും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല. ആരെ നന്നാക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മളെ തന്നെ നന്നാക്കാൻ സാധിക്കും. അതാണെങ്കിലും കാലങ്ങളെടുക്കും നമ്മളെ ഒന്ന് നേരെയാക്കി കൊണ്ടുവരാൻ നമുക്ക്.
ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദുശീലം മാറ്റണമെങ്കിൽ നമ്മൾ എത്ര നാൾ കഷ്ടപ്പെട്ടാലേ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ മറ്റൊരാളുടെ ദുശീലം മാറ്റണമെങ്കിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമാണോ? അപ്പം നമുക്ക് സ്വയം നന്നാകാൻ ശ്രമിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത പറയാതിരിക്കുക, അവരുടെ മുന്നിൽ പെടാതിരിക്കുക. മുന്നിൽ പെട്ടാലും നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പോവുക. അവരെന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് ചിന്തിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആത്മസുഖം കിട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെ കമന്റുകളൊക്കെ ഇഷ്ടം ഇങ്ങനെ ദുഷിച്ച് മറ്റുള്ളവരെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം അവരാ കാണിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അങ്ങനെ ഒരു വേറൊരു എന്നെ സാഡിസ്റ്റ് എന്നാണ് പറയണ്ടേ, ഇതിനെന്തോ ഒരു മെന്റാലിറ്റി ഉള്ള മനുഷ്യർ. അപ്പം അതിനെയൊക്കെ നമ്മൾ അങ്ങ് പാടെ തള്ളിക്കളഞ്ഞേക്കുക. നമ്മളെന്തോ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക. ആരും തളർത്താൻ ശ്രമിച്ചാലും നമ്മൾ തളരാതിരിക്കുക. നമ്മൾ ലക്ഷ്യം കണ്ടിട്ടേ പിന്തിരിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ ശ്രമിക്കുക. അല്ലാണ്ട് ആര് പറഞ്ഞു എന്നോർത്തുകൊണ്ട് അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതായിരിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ എന്ന് വെക്കുക. ഇതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.